കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് അഞ്ജന സുകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഞ്ജന, ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് എന്ത് വിവരമാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്? കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ 21 പേരാണ് ഈ ആക്സിഡന്റിൽ ഇവിടെ പരിക്കേറ്റ് ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 2 പേർ മരിച്ചു എന്നുള്ളതാണ്. മരിച്ച ആളുകളെ കൂടെ കൂട്ടാതെയാണ് ഈ 21 പേർ ഇവിടെ ചികിത്സയിൽ കഴിയുന്നത്. മരിച്ചത് ടെമ്പോ ട്രാവലറിൻ്റെ ഡ്രൈവറായ രാജേഷിൽ നിൽക്കുന്ന രാജേഷ് 38 വയസ്സാണ്. പിന്നെ മരിച്ചത് രമണി, കൊല്ലങ്കോടാണ് അവരുടെ വീട്. അവർ 2 പേരുമാണ് മരിച്ചിട്ടുള്ളത്. ഈ മരിച്ച 2 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ടെമ്പോ ട്രാവലറിൽ ഉണ്ടായിരുന്ന ആളുകളുടെ ബാഗുകളും സാധനങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. അവർ ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ തീർത്ഥാടനത്തിന് വേണ്ടി ഈ ട്രാവലറിൽ പുറപ്പെട്ടത് എന്നുള്ളതാണ് അവരുടെ ബന്ധുക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. ഇതൊരു പാക്കേജ് ആയിരുന്നു, ഇതൊരു തീർത്ഥാടക പാക്കേജായി ഇവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. 2 ബസ്സുകളും ഒപ്പം തന്നെ ഒരു ട്രാവലറും എന്നുള്ള നിലയിലാണ് അവർ യാത്ര തിരിച്ചത്. ട്രാവലറാണ് അപകടത്തിൽ പെട്ടത്. ഒരു 1 മണിയോട് കൂടിയായിരുന്നു അപകടം ഉണ്ടായത്. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. ഒരു 2 മണിയോട് കൂടെ തന്നെ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ പരിക്കേറ്റ 21 പേരിൽ ഒരാളുടെ പരിക്ക് മാത്രമാണ് നിലവിൽ സാരമായിട്ടുള്ളത്. അത് സരോജിനി എന്നുള്ളതാണ് അവരുടെ പേര്. അവർക്ക് 65 വയസ്സാണ്. അവർക്ക് 2 കാലിൻ്റെയും എല്ലുകൾ പൊട്ടിയിട്ടുണ്ട്. കാലിനാണ് അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ പരിക്കാത്രത്തോളം ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. ഇതിൽ 3 വയസ്സായ ഒരു കുഞ്ഞു കൂടിയുണ്ട്. കുഞ്ഞിൻ്റെ പരിക്ക് സാരമുള്ളതല്ല, നേരിയ ഒരു ഇഞ്ചുറി മാത്രമാണ് കുട്ടിക്കുള്ളത്. ബാക്കി ആളുകളുടെയൊക്കെയും നിലാത്രത്തോളമാണ്, തൃപ്തികരമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും മരിച്ച രാജേഷിൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. ബോഡി വിട്ടുകിട്ടുന്നതുമായ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്താണ് ബോഡി വിട്ടുകിട്ടുന്നതുമായ കാര്യങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം എപ്പോൾ കിട്ടുമെന്നുള്ളതൊക്കെ അതൊന്നും പറഞ്ഞിട്ടില്ല. രാജേഷിൻ്റെ അയൽവാസികളാണല്ലേ? അദ്ദേഹം ഒരുപാട് നാളായിട്ട് ഈ ട്രാവലർ ഓടിക്കുന്നുണ്ട്. ഡ്രൈവർ ഫീൽഡിൽ ഒരുപാട് ഇവരിന്നലെ കൊട്ടിയൂർക്ക് പോവുകയായിരുന്നു അല്ലേ? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു? എന്തെങ്കിലും 26 പേര് കൊട്ടിയൂർക്ക് പോകുന്ന വഴിയാണ്. ഇന്നലെ രാത്രി 8 മണിക്ക് വാടവന്നൂരിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. രാത്രി 2 മണിക്കാണ് ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഫ്രണ്ടാണ് രാജേഷ് അല്ലേ? ബോഡി വിട്ട് വണ്ടി എടുത്ത് പുള്ളി പുതിയൊരു വണ്ടി എടുത്തതാണ്. ഇതാണ് ആള്. ഇതാണല്ലേ രാജേഷ്? ഇതാണല്ലേ ഫസ്റ്റിലാണ്. അദ്ദേഹം പുതിയ വണ്ടി എടുത്തതിൻ്റെ പുള്ളി ഒരു ഫ്രണ്ട്സ് നമ്മളെല്ലാവരും കൂടി വണ്ടി എടുത്ത് മിനിഞ്ഞാന്ന് വാങ്ങിച്ചതാണ്. പുള്ളി വണ്ടി എടുത്തിട്ട് ആ വണ്ടിക്കകത്ത് കയറിയിട്ടില്ല. ഞങ്ങൾ വണ്ടി കൂട്ടുകാരന്മാരെ കൂടി വണ്ടി എടുത്ത് അങ്ങേര് കാറിൽ വന്നു. ഞാനും അങ്ങേരും എൻ്റെ ഫ്രണ്ടും കൂടി കാറിലാണ് വന്നത്. അങ്ങേര് വാങ്ങിയ വണ്ടിക്കകത്ത് കയറിയില്ല. അതിനുള്ള ഭാഗ്യം കൊടുത്തില്ല ദൈവം. ഇന്നലെ ഈ അപകടം ഉണ്ടായ വാഹനം അദ്ദേഹത്തിൻ്റെതായിരുന്നു. അറിഞ്ഞിട്ട് വന്നതാണ്. പുതിയ വാഹനം വാങ്ങിച്ച് സുഹൃത്തുക്കളുമൊക്കെയായി വാങ്ങിച്ച് ഷെയറിട്ട് വാങ്ങിച്ച് അതിൽ യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ? ചെയ്യാൻ പറ്റില്ല, വണ്ടി കയറാൻ പറ്റില്ല. അദ്ദേഹത്തിന് ബന്ധുക്കൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളുണ്ട്. വ്യക്തി വിവരങ്ങൾ കൂടി ചോദിക്കൂ. വീട്ടിൽ 2 ചേട്ടന്മാർ, വൈഫ്, 2 കുട്ടികൾ. ബാക്കി ഡീറ്റെയിൽസ് അറിയില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പോലീസിലാണല്ലേ? അതെ. ഒരു സഹോദരൻ പോലീസിലാണ്, ഒരു ചേട്ടൻ മദ്രാസിലാണ് എന്നാണ്. വളരെ വ്യക്തമായിട്ട് കുടുംബ കാര്യങ്ങൾ അറിയില്ല. കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ടോ? കുടുംബത്തിൽ വിവരം അറിഞ്ഞിട്ടുണ്ട്. അവർ ന്യൂസിലൊക്കെ കണ്ടിട്ട് കുറേ സുഹൃത്തുക്കളെല്ലാം വീട്ടിൽ പോയിട്ടുണ്ട്, അവരുടെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. ബാക്കി ആൾക്കാരെല്ലാം അതിൽ അറിഞ്ഞെത്തിയിട്ടുണ്ട്. ആൾക്കാർ നാട്ടിൽ നിന്ന് അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. നിങ്ങളെങ്ങനെ വിവരം അറിഞ്ഞത്? ഇവിടെ രാത്രി 2 മണിക്ക് ആക്സിഡൻ്റ് ആയി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നു. എന്തായാലും ബോഡി വിട്ടുകിട്ടുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചയോടെ ആയിരിക്കും. അതിനെന്തെങ്കിലും പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? ബോഡി മോർച്ചറിക്ക് മാറ്റി ഉച്ച കഴിയുന്ന ഇപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഫോർമാലിറ്റീസൊക്കെ ചെയ്യണ്ടേ, അത് കഴിയുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ബാക്കി കാര്യങ്ങൾ. വടവന്നൂരാണ് വീടല്ലേ? വീട്ടിലപ്പം സഹോദരങ്ങളും ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയാണോ ഉള്ളത്? അമ്മയും അച്ഛനും ഒക്കെ? അമ്മയും ഭാര്യയാണ് താമസിക്കുന്നത്. സഹോദരങ്ങളെല്ലാം മാറി താമസിക്കുന്നത്. അവരെല്ലാം തനിച്ച് വീടെടുത്തിട്ട് താമസിക്കുന്നത്. അമ്മയും ഭാര്യയും 2 പിള്ളേരാണ് ഉള്ളത് അവർക്ക്. നേരത്തെയും വർഷങ്ങളായി ഇവർ ഇത്തരത്തിൽ യാത്ര നടത്തുന്നതാണ്. പുള്ളി പ്രൊഫഷണൽ ഡ്രൈവറാണ്.
ഇതിപ്പോൾ ഇപ്പോൾ ഒരു പാക്കേജായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും കൊട്ടിയൂർ പോകുന്ന ഇതുണ്ട്. അപ്പോൾ ആഴ്ചയിൽ 2-3 ട്രിപ്പൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി പകൽ ഫ്രീ ആയിട്ട് രാത്രിയിലാണ് വണ്ടി എടുത്ത് പുള്ളി വന്നത്. പുറത്തൊന്നും പോയിട്ടില്ല, വീട്ടിൽ നിന്ന് തന്നെയാണ് റെസ്റ്റ് എടുത്ത് വണ്ടി എടുക്കാനായിട്ട് അതിനുള്ള തയ്യാറെടുപ്പ് ചെയ്ത് ആൾ വന്നതാണ്. ആഴ്ചയിൽ 3-4 തവണയൊക്കെ ഇതുപോലെ കൊട്ടിയൂർ പോകുന്നതാണ്. 2 ട്രിപ്പ് പോയിന്ന്, ഇപ്പം 3ാമത്തെ ആണെന്ന് പറയുന്നത്. കൂടെ വേറെ സഹായിയായിട്ട് ഡ്രൈവർ ആരെങ്കിലും ഉണ്ടായിരുന്നോ അതോ? അതിനെക്കുറിച്ച് അറിയില്ല. പുള്ളി ഡ്രൈവറാണെന്നുള്ളത് അത്രേ അറിയുള്ളൂ. സഹായി ഉണ്ടോയെന്നൊന്നും അങ്ങനെയൊന്നും അറിയില്ല. മരണപ്പെട്ട രാജേഷിൻ്റെ സുഹൃത്താണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ഒരു ട്രാവലർ വാങ്ങിയിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. കാലങ്ങളായിട്ട് അദ്ദേഹം ഡ്രൈവറായി തന്നെയാണ് ജോലി ചെയ്തു പോന്നിരുന്നത്. ഈ കൊട്ടിയൂർക്ക് അവർ ഒരു പാക്കേജ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് ആളുകളെ. അത് ഇടയ്ക്ക് ആഴ്ചകളോളം 1-2 തവണ നമുക്ക് പുലർച്ചെ തന്നെ പങ്കുവയ്ക്കേണ്ടി വരുന്നത്. അപകടത്തിൽ മരിച്ച ട്രാവലറിൻ്റെ ഡ്രൈവറെ കുറിച്ചാണ് പറഞ്ഞത്. ഏറെ സ്വപ്നങ്ങളൊക്കെ ബാക്കി വെച്ചാണ് ഓരോ മനുഷ്യരും ഇങ്ങനെ യാത്രയാവുന്നത്. കുടുംബത്തിൽ കൂടെയുള്ളവർക്ക്, ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഇത് താങ്ങാനുള്ള കരുത്ത് ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ആഗ്രഹിക്കാൻ കഴിയുക.